തീരം രചനാ സംഭാഷണം. രുദ്രപ്രിയ. രുദ്ര, അവൻ എന്നോടുള്ള പകയ്ക്കുള്ള കാരണം 20 വർഷം മുമ്പ് നടന്ന ഒരു സംഭവമാണ്. മഹിയുടെ ഓർമ്മ പിന്നിലേക്ക് സഞ്ചരിച്ചു. വിശ്വനാഥൻ നമ്മുടെ കമ്പനിയിലെ സൂപ്പർവൈസറായി ജോലി ചെയ്തിരുന്ന കാലം. കാഴ്ചയിലും പെരുമാറ്റത്തിലും വളരെ മാന്യത പുലർത്തിയിരുന്ന അവന് ചെറിയ രീതിയിൽ മയക്കുമരുന്ന് ഉപയോഗം ഉണ്ടായിരുന്നു. പക്ഷേ അതാരും അറിഞ്ഞിരുന്നില്ല. ഓഫീസ് സമയം കഴിയുമ്പോൾ ഇവൻ ഗോഡൌണിലിരുന്ന് മയക്കുമരുന്ന് ഉപയോഗിക്കുമായിരുന്നു. ഒരു ദിവസം സെക്യൂരിറ്റി അന്വേഷിച്ചു വന്ന അയാളുടെ മകളെ വിശ്വനാഥൻ ബലാത്കാരമായി കീഴ്പ്പെടുത്തി. 19 വയസ്സ് മാത്രം പ്രായമായ കൊച്ചുകുഞ്ഞ്. ആ സംഭവത്തിൽ നിന്നും രക്ഷപ്പെടാൻ വിശ്വനെ ഞാൻ അനുവദിച്ചില്ല. എന്നാൽ കഴിയുന്ന എല്ലാ ബന്ധവും ഉപയോഗിച്ച് ഞാൻ അവനെ അകത്താക്കി. പക്ഷേ എന്നെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചത് അവൻ്റെ നിരപരാധിയായ ഭാര്യയും കുഞ്ഞും നാണക്കേട് സഹിക്കാൻ കഴിയാതെ ആത്മഹത്യ ചെയ്തു. പലതവണ ജയിലിൽ നിന്നും അവൻ്റെ കത്തുകൾ എന്നെ തേടി വന്നു. പിന്നീടാണ് അറിഞ്ഞത് അവൻ ജയിൽ ചാടി എന്നും മറ്റും. പക്ഷേ ഇപ്പോൾ അവൻ വീണ്ടും. മഹി പറഞ്ഞു നിർത്തി. അവൻ നമ്മുടെ കുടുംബം നശിപ്പിക്കും രുദ്ര. അച്ഛന് പേടി തോന്നുന്നുണ്ട്. എൻ്റെ മാലു, ഗോപു, ദേവമോൾ. മഹിയുടെ തൊണ്ടയിൽ കരച്ചിൽ വന്ന് കുടുങ്ങി. അച്ഛാ. രുദ്രൻ മഹിയുടെ അടുത്തേക്ക് നീങ്ങി കൈകൾ ചേർത്ത് പിടിച്ചു. ഞാനുള്ളപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കാൻ അനുവദിക്കുമോ? ഇല്ല മോനെ, അച്ഛനതറിയാം. അച്ഛൻ എനിക്ക് വിശ്വനാഥിൻ്റെ ഡീറ്റെയിൽസ് കമ്പനി ഫയൽസിൽ നിന്നും ഒന്ന് എടുത്തു തരണം. അച്ഛൻ ഉറക്കം മുഷിയേണ്ട, പോയി കിടന്നു. രുദ്രൻ മനസ്സിൽ പല ചിന്തകളും കണക്കുകൂട്ടലുകളും നടത്തി. രാവിലെ രുദ്രൻ നേരത്തെ തിരിച്ചു. സിദ്ധുവുമായി വിശദമായി കാര്യങ്ങൾ സംസാരിച്ചു. ഉച്ചയോടുകൂടി എബിൻ വിശ്വനാഥിൻ്റെ ഫയലുമായി രുദ്രൻ്റെ അടുത്തെത്തി. രുദ്രനും സിദ്ധുവും എബിനും ചേർന്ന് വിശ്വനാഥിനെതിരെ നീങ്ങാനുള്ള പടയൊരുക്കം തുടങ്ങി. പ്രതീക്ഷിച്ചതിന് വിപരീതമായി എബിന് പകരം മഹിയെ അന്വേഷിച്ചാണ് രാത്രിയിൽ വിശ്വൻ്റെ കോൾ വന്നത്. ഹലോ മഹേന്ദ്രവർമ്മ. വിശ്വനാഥ, നിനക്ക് എന്താ വേണ്ടത്? എന്നോട് ഈ ചെയ്തത് ഞാൻ മറക്കാം. പക്ഷെ ഇനിയും നീ എൻ്റെയും കുടുംബത്തിൻ്റെയും പുറകിൽ വരരുത്. ഞാൻ ക്ഷമിക്കില്ല. അങ്ങനെ കയറി വാ മഹി. പഴയ ആ മഹേന്ദ്രവർമ്മയാക്. എങ്കിലല്ലേ ഈ കളിയിൽ എനിക്ക് ഹരം കൂടൂ. എൻ്റെ നഷ്ടങ്ങൾക്ക് കാരണക്കാരൻ നീയാണ്. എൻ്റെ കുടുംബം, എൻ്റെ കുഞ്ഞ്, എൻ്റെ ഭാര്യ എല്ലാം നഷ്ടമാക്കിയത് നീ കാരണമാണ്. അന്ന് ഞാൻ നിൻ്റെ കാല് പിടിച്ച് പറഞ്ഞതല്ലേ ഒരു തവണത്തേക്ക് എന്നെ വെറുതെ വിടാൻ. പക്ഷെ അന്ന് നീ അത് കേൾക്കാതെ എന്നെ പോലീസിൽ ഏൽപ്പിച്ചു. നിനക്ക് പ്രിയപ്പെട്ടതൊക്കെ ഞാൻ നിന്നിൽ നിന്നും വേർപെടുത്തും. പ്രിയപ്പെട്ടവർ നഷ്ടപ്പെടുമ്പോഴുള്ള വേദന നീ മനസ്സിലാക്കണം. നിൻ്റെ കുടുംബം ഞാൻ മുച്ചൂടും മുടിക്കും. എല്ലാം മറന്ന് ജീവിക്കാൻ തുടങ്ങിയ എൻ്റെ സാമ്രാജ്യത്തിലേക്ക് അനുവാദമില്ലാതെ കടന്നു വന്നതാണ് നിൻ്റെ മകൻ രുദ്രദേവ പ്രതാപവർമ്മ. അവനിലൂടെ കോടികളുടെ നഷ്ടമാണ് എനിക്കുണ്ടായത്. ഇനി ഒരു പിന്മാറ്റം ഇല്ല. നാളെ ഞാൻ നിന്നെ വിളിക്കും. അപ്പോൾ ഞാൻ പറയുന്ന സ്ഥലത്ത് വരണം നീ ഒറ്റയ്ക്ക്. പിന്നെ മകനോട് പറഞ്ഞ് എന്നെ കഴിവേറ്റ എന്നുള്ള ചിന്ത നിനക്ക് വേണ്ട. നിൻ്റെ വീടിന് ചുറ്റും എൻ്റെ ആളുണ്ട്. അതിസാമർത്ഥ്യം കാണിച്ചാൽ ഫലം വിപരീതമാകും. മറുപുറം ഫോൺ കട്ടായി. എല്ലാം കേട്ട് ഒന്ന് അനങ്ങാൻ പോലും ആകാതെ മഹേന്ദ്രവർമ്മ അവിടെ തന്നെ തടഞ്ഞു നിന്നു. എന്നാൽ മറുവശം രുദ്രൻ മഹിയുടെയും വിശ്വത്തിൻ്റെയും ഫോൺ കോൾ കേൾക്കുകയായിരുന്നു. രാത്രിയിൽ വിശ്വനാഥൻ്റെ ഫോൺ വന്നതിന് ശേഷം മാത്രം ബാക്കി പ്ലാനിങ് നടത്തണം. പ്രതീക്ഷിച്ചതുപോലെ വിശ്വത്തിൻ്റെ ഫോൺ മഹിയെ തേടിയെത്തി. മഹേന്ദ്രവർമ്മ, നാളെ രാത്രി എൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച നിൻ്റെ കമ്പനി ഗോഡൗണിലേക്ക് നീ വരണം ഒറ്റയ്ക്ക്. ബാക്കി അവിടെ വന്നിട്ട് ഇതാരെയും അറിയിക്കാൻ നിൽക്കണ്ട. സിദ്ധു അപ്പോൾ നമ്മുടെ ഫാക്ടറി ഗോഡൗണിൽ വെച്ച് കാര്യങ്ങൾ നടത്താനാണ് വിശ്വനാഥൻ്റെ നീക്കം. നോക്കാം നമുക്ക് ഇതെവിടെ അവസാനിക്കുമെന്ന്. രുദ്രൻ ശ്വാസം ഒന്ന് ആഞ്ഞു വലിച്ചു. വിശ്വനാഥൻ എന്തായാലും ഒറ്റയ്ക്കായിരിക്കില്ല. അതുകൊണ്ട് നമുക്ക് ഫിറോസ് സാറുമായി ആലോചിക്കണം. രുദ്രൻ ഫിറോസ് സാറുമായി കാര്യങ്ങൾ അവതരിപ്പിച്ചു. സാർ, സിദ്ധുവും കിഷോറും പിന്നെ നമ്മുടെ ഫോഴ്സിൽ നിന്ന് 5 പേരും കൂടി വേണം. ഓക്കെ രുദ്ര, പക്ഷേ ബി കെയർഫുൾ. തെളിവുകളൊന്നും അവശേഷിപ്പിക്കരുത്. എല്ലാം കഴിഞ്ഞ് എന്നെ വിളിച്ചാൽ മതി. ഓക്കെ സാർ. രുദ്രൻ ദേവയെയും മാലുവിനെയും ഗോപുവിനെയും മറിയയെയും സിദ്ധുവിൻ്റെ വീട്ടിൽ നേരത്തെ തന്നെ കൊണ്ടുചെന്ന് എത്തിച്ചു. വിശ്വം പറഞ്ഞതനുസരിച്ച് രാത്രി 8 മണിയോടുകൂടി മഹി ഗോഡൗണിലെത്തി. ഉള്ളിലേക്ക് കയറി. കൂരിരുട്ട്. മഹി മൊബൈൽ ടോർച്ച് ഓൺ ചെയ്ത് മുന്നോട്ട് നീങ്ങി. പെട്ടെന്ന് ലൈറ്റ് ഓണായി. വരണം മിസ്റ്റർ മഹേന്ദ്രവർമ്മ. മഹി ആ രൂപത്തെ സസൂക്ഷ്മം നോക്കി. തൻ്റെ പ്രായമുള്ള മനുഷ്യൻ, പക്ഷെ തന്നേക്കാൾ ആരോഗ്യമുണ്ട്. കട്ടിയുള്ള പുരുകക്കൊടികളും ചുവന്ന കണ്ണുകൾ, നീട്ടി വളർത്തിയ താടി, കയ്യിൽ ഒന്നിലധികം ബാൻഡുകൾ കെട്ടിയിട്ടുണ്ട്. എന്നെ അളന്നു കഴിഞ്ഞോ മഹേന്ദ്രവർമ്മ? മഹി പെട്ടെന്ന് ഞെട്ടി. വിശ്വനാഥൻ്റെ കൂടെ ഏകദേശം 8ഓളം ആൾക്കാരുണ്ട്. ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കും അവൻ്റെ അനുയായികളാണെന്ന്. ഒരു മേശയുടെ ഇരുവശങ്ങളിലായി മഹിയും വിശ്വവും ഇരിപ്പുറപ്പിച്ചു. നിനക്ക് അനുസരണയുണ്ട് മഹി. വിശ്വൻ ഒരു ഫയൽ മഹിയെ ഏൽപ്പിച്ചു. മഹി ആ ഫയൽ കയ്യിലെടുത്ത് പതിയെ തുറന്നു നോക്കി. അതിൽ മുഴുവനും മുദ്രപത്രങ്ങളായിരുന്നു. മഹി വിശ്വത്തെ ഒന്ന് നോക്കി ആ ഫയൽ തിരികെ മേശയിൽ വെച്ചു. വിശ്വം, ഇതെല്ലാം എന്താ? ഞാൻ പറയാം മഹി, ധൃതി വെക്കല്ലേ. ഇതിനെല്ലാം നീ സൈൻ ചെയ്യണം.
അതിനുശേഷം ബാക്കി. ഇല്ല, ഞാൻ ഇതിലൊന്നും സൈൻ ചെയ്യില്ല. ഇതൊക്കെ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ്. ഇതൊരു ഒപ്പിൻ്റെ ബലത്തിൽ നിന്നെപ്പോലെ ഒരുവന് തരാൻ കഴിയില്ല. പറഞ്ഞു തീരുന്നതിന് മുമ്പ് വിശ്വം ആഞ്ഞൊരു ചവിട്ടായിരുന്നു. പ്രതീക്ഷിക്കാതെ ചവിട്ട് കിട്ടിയതിനാൽ മഹി കസേരയോടെ മറിഞ്ഞ് താഴേക്ക് വീണു. വിശ്വത്തിൻ്റെ അനുയായികൾ മഹിയെ എഴുപ്പിച്ചിരുത്തി. ഇതിൽ നീ സൈൻ ചെയ്യും മഹി. അത് കഴിഞ്ഞ് പിന്നെ നിനക്ക് ഇവിടുന്നൊരു മടക്കമില്ല. എന്നോട് നീയും നിൻ്റെ മകനും ചെയ്തതിന് തിരിച്ചൊരു പ്രതിഫലം, നിൻ്റെ സ്വത്തും ജീവനും. പിന്നെ ഞാൻ ഇവിടുന്ന് സ്ഥലം വിടും. മഹിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. വിശ്വനാഥൻ അത് കണ്ടു. മരിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള ഈ ആത്മവിശ്വാസം അതെനിക്കിഷ്ടപ്പെട്ടു. ആത്മവിശ്വാസത്തിൻ്റെ അങ്ങേയറ്റം അഹങ്കാരം, എൻ്റെ സ്വകാര്യ അഹങ്കാരം. രുദ്രദേവ പ്രതാപവർമ്മ, അത് നീ മറന്നുപോയി വിശ്വനാഥ. നീ പറഞ്ഞതനുസരിച്ച് ഈ ഗോഡൗണിൽ ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരേ ഒരു കാരണമേ ഉള്ളൂ, എൻ്റെ മകൻ. അവൻ വരും. ഇനി നിനക്കും നിൻ്റെ അനുയായികൾക്കും ഒരു തിരിച്ചുപോക്കുണ്ടാകില്ല. വിശ്വനാഥൻ എന്ന നികൃഷ്ട ജന്മത്തിൻ്റെ അധ്യായം ഇവിടെ തീരും. വിശ്വനാഥൻ്റെ കണ്ണുകളിൽ പകയാളി. അനുയായികളുടെ കയ്യിൽ നിന്നും വാങ്ങിയ വാൾ വായുവിൽ ഉയർന്നു പൊങ്ങി. മഹി അതിവേഗം ഒഴിഞ്ഞു മാറി. പെട്ടെന്നൊരു വെടിയച്ച കേട്ട് ആ ഭാഗത്തേക്ക് വിശ്വത്തിൻ്റെ ദൃഷ്ടികൾ മാറി. രുദ്രൻ, സിദ്ധുവും കിഷോറും അവർക്ക് പിന്നിലായ 5ഓളം പോലീസുകാരും. മഹിക്ക് നേരെ വിശ്വൻ ഉയർത്തിയ വാൾ നിലത്തൂർന്നു വീണു. പിന്നീട് അവിടെ നടന്നത് പൊരിഞ്ഞ പോരാട്ടമായിരുന്നു. ഇടയ്ക്ക് വെച്ച് വിശ്വൻ സിദ്ധുവിനെ ലാക്കാക്കി വാൾ വീശി. സിദ്ധുവിനെ രുദ്രൻ തള്ളി മാറ്റിയെങ്കിലും രുദ്രൻ്റെ കയ്യിൽ വെട്ടേറ്റു. ഒന്ന് വേച്ച് വീഴാൻ പോയി രുദ്രനെ സിദ്ധു താങ്ങി. സിദ്ധു വായുവിൽ ഉയർന്നു പൊങ്ങി വിശ്വത്തിൻ്റെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടി. കിഷോറും എവനും മറ്റ് പോലീസുകാരും ചേർന്ന് വിശ്വത്തിൻ്റെ അനുയായികളെ നേരിട്ടു. സിദ്ധുവിനെ നേരിടുന്ന വിശ്വത്തിന് നേരെ രുദ്രൻ കയ്യിൽ കെട്ടിയ വാൾ ആഞ്ഞു വീശി. വിശ്വത്തിൻ്റെ കാലിൽ വെട്ടേറ്റു. വിശ്വം നിലത്തേക്ക് വീണു. എബിയും കിഷോറും ചേർന്ന് കൂട്ടാളികളെ ബന്ദിയാക്കി. വിശ്വം എൻ്റെ നേർക്ക് തോക്കുമായി അടുത്ത രുദ്രനെ നോക്കി വിശ്വൻ പുച്ഛിച്ചു, ചിരിച്ചു. നിനക്കെന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല രുദ്ര. നീ എന്നെ നിയമത്തിന് മുന്നിൽ ഹാജരാക്കണം. അതിമനോഹരമായ ചിരിയായിരുന്നു രുദ്രൻ്റെ മറുപടി. നിന്നെ നിയമത്തിന് മുന്നിൽ ഹാജരാക്കി ജയിലിൽ സുഖവാസത്തിന് വിടാൻ മാത്രം മണ്ടനല്ലേ ഈ രുദ്രൻ. നിനക്കും നിൻ്റെ അനുയായികൾക്കുമുള്ള ശിക്ഷ ഇവിടെ ഈ നിമിഷം ഞാൻ വിധിക്കും. നിന്നെപ്പോലെയുള്ളവന്മാരെ ജയിലിൽ വിട്ടാൻ നീയൊക്കെ നിഷ്പ്രയാസം അവിടെ നിന്ന് ഇറങ്ങി വരും. നിനക്കെതിരെ ഒരു തെളിവ് പോലും ഞാൻ അവശേഷിപ്പിക്കില്ല. അഥവാ എന്തെങ്കിലും ഒരു തെളിവ് അവശേഷിപ്പിച്ചാൽ എനിക്കെതിരെ ചിലപ്പോൾ ഒരു അന്വേഷണ കമ്മീഷൻ നിലവിൽ വന്നിരിക്കും. അതിൽ നിന്നെങ്ങനെ ഊരിപ്പോരണമെന്ന് എനിക്ക് നന്നായി അറിയാം. അപ്പോൾ ഇനി സംസാരിച്ച സമയം കളയാനില്ല. രുദ്രൻ വിശ്വത്തിൻ്റെ നെഞ്ചിലേക്ക് നിറയൊഴിച്ചു. ബാക്കി അനുയായികളുടെ കാര്യം കിഷോറും ബാക്കിയുള്ളവരും കൂടി വെടിപ്പാക്കി. ബോഡികളെല്ലാം വേഗം തന്നെ അവിടെ നിന്ന് മാറ്റി. തെളിവുകളൊന്നും തന്നെ അവശേഷിപ്പിക്കാതെ രുദ്രൻ ഫോണെടുത്ത് ഫിറോസ് സാറിൻ്റെ നമ്പറിലേക്ക് വിളിച്ചു. സാർ, ഓപ്പറേഷൻ സക്സസ്. വിശ്വനാഥൻ ഒരടഞ്ഞ അദ്വയമായി. ഓക്കെ യങ് മാൻ. രുദ്രൻ മഹിയെ ചേർത്ത് പിടിച്ചു. അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി കണ്ണുകൾ ചിമ്മി. സിദ്ധുവിനെയും കിഷോറിൻ്റെയും മുഖത്തും അതേ പുഞ്ചിരിയായിരുന്നു. മഹിയും സിദ്ധുവും എവനും കൂടി രുദ്രനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. കയ്യിലെ മുറിവ് ആഴത്തിലുള്ളതല്ലായിരുന്നു. എങ്കിലും ഡ്രസ്സ് ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് വന്നു. തിരികെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ മണിമുറ്റത്ത് സിദ്ധുവിൻ്റെ വീട്ടിൽ ചെന്ന് മാലുവിനെയും ദേവയെയും ഗോപുവിനെയും മറിയെയും കൂട്ടാമെന്നാണ് മഹിയുടെ അഭിപ്രായം. രാത്രി വളരെ വൈകിയാണ് മഹിയുടെ കാർ മണിമുറ്റം ബംഗ്ലാവിലെത്തിയത്. പുറത്തെ വണ്ടിയുടെ ഒച്ച കേട്ടപ്പോൾ തന്നെ മാലുവും ദേവയും ഗോപുവും മറിയയും പുറത്തേക്ക് വന്നു. കയ്യിൽ കെട്ടുമായി ഇറങ്ങി വരുന്ന രുദ്രനെ കണ്ട് മാലുവും ദേവയും ഗോപുവും കരയാൻ തുടങ്ങി. എനിക്കൊന്നുമില്ല അമ്മേ, ഇത് ചെറിയൊരു ആക്സിഡൻറ്റ് സംഭവിച്ചതാ. ഗോപുവിനെയും മാലുവിനെയും രുദ്രൻ ഒരുവിധം സമാധാനപ്പെടുത്തി. രുദ്രൻ ദേവയുടെ അടുത്തേക്ക് ചെന്ന് ദേവയെ ചേർത്ത് പിടിക്കുമ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ ദേവൻ്റെ മാറിലേക്ക് ചാഞ്ഞു. ഒന്നുമില്ലടാ, ഇങ്ങനെ കരയല്ലേ, ഇങ്ങനെ സങ്കടപ്പെടാമത്ര ഒന്നുമില്ല പ്രിയ. ശേഖരനും വാസന്തിയും എല്ലാവരും അകത്തേക്ക് ക്ഷണിച്ചു കൊണ്ടുപോയി. രുദ്രൻ സിദ്ധുവിൻ്റെ റൂമിൽ പോയി ഫ്രഷായി വന്നു. എല്ലാവരും ചേർന്ന് സിദ്ധുവിൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് ഇന്ത്യവരത്തിലേക്ക് തിരിച്ചത്. ദിവസങ്ങൾ അതിവേഗം കടന്നുപോയി. ഗോപുവിൻ്റെയും സിദ്ധുവിൻ്റെയും വിവാഹത്തിനായുള്ള ഡേറ്റ് തീരുമാനിച്ചു. ഇരു വീടുകളിലും കല്യാണ ആഘോഷങ്ങൾക്ക് വേണ്ടി ഒരുങ്ങി. ഇന്നാണ് ഗോപുവിൻ്റെയും സിദ്ധുവിൻ്റെയും വിവാഹം. രാവിലെ തന്നെ ഗോപുവിനെ റെഡിയാക്കാനുള്ള തിരക്കിലാണ് മറിയയും ദേവയും. ഗോപു, എടി ഗോപു, എഴുന്നേക്കാൻ. ഇത്തിരി നേരം കൂടി കിടക്കട്ടെ ദേവ. പറഞ്ഞു തീർന്നില്ല. അതിനു മുമ്പേ ഗോപു കട്ടിലിൽ നിന്ന് തെറിച്ച് താഴെ വീണു. മറിയാമ്മ ഒറ്റ ചവിട്ടായിരുന്നു. എടി കോപ്പേ, ഇന്ന് നിൻ്റെ കല്യാണമാണ്, അത് നീ മറന്നുപോയോ? ഗോപു പല്ലു മുഴുവനും വെളിയിൽ കാണിച്ച് നന്നായി കളിച്ചു. എന്നാലും ഇന്ന് ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കേണ്ട എൻ്റെ പുറം നീ പള്ളിപ്പുറം ആക്കിയലോടി മറിയേ. ഗോപു എഴുന്നേറ്റ് വീണ്ടും കട്ടിലിരുന്ന് മറിയേയും ദേവിയെയും അടുത്തിരുത്തി. ഞാൻ നിങ്ങളെ വല്ലാതെ മിസ് ചെയ്യും. അത് പറയുമ്പോൾ ഗോപുവിൻ്റെ ഒച്ചയിടറി. അയ്യേ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാൻസി റാണി. എപ്പോൾ വേണമെങ്കിലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വരികയും പോവുകയും ചെയ്യാമല്ലോ ഗോപു. ദേവയും മറിയേയും ഗോപുവിൻ്റെ ഇരു കവിളിലും മാറി മാറി ചുംബിച്ചു. നീ എണീറ്റ് ഫ്രഷായി വായോ, ബ്യൂട്ടീഷ്യൻ ഇപ്പോൾ വരും. ഗോപു ഫ്രഷായി വരുമ്പോഴേക്കും ബ്യൂട്ടീഷ്യൻ എത്തിയിരുന്നു.
പിന്നെ അവിടെ ഒരു അംഗം തന്നെയായിരുന്നു. കൃത്യസമയത്ത് തന്നെ ഗോപുവിനെ ഒരുക്കി റെഡിയാക്കി. പർപ്പിൾ കളർ സാരിയാണ് ഗോപു ഉടുത്തിരുന്നത്. സർവാഭരണ വിഭൂഷിതയായി ഒരുങ്ങി വരുന്ന മകളെ മഹിയും മാലുവും കണ്ണു നിറയെ നോക്കി കണ്ടു. ഗോപു അമ്മയുടെയും അച്ഛൻ്റെയും അടുത്തേക്ക് വന്ന് ഇരുവർക്കും ദക്ഷിണ നൽകി. രണ്ടുപേരെയും കെട്ടിപ്പിടിച്ചു. മഹിയുടെ കണ്ണുകൾ നിറഞ്ഞു. വീട്ടിലെ കുറുമ്പി ഇനി മറ്റൊരു വീട്ടിൽ മരുമകളായി മാറും. രുദ്രൻ പല തിരക്കുകളിൽപ്പെട്ട് നിൽക്കുമ്പോഴാണ് ഗോപു അടുത്തേക്ക് വന്നത്. നവവധുവായി അണിഞ്ഞൊരുങ്ങിയ കുഞ്ഞു പെങ്ങളെ കണ്ട് രുദ്രൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. ഗോപു രുദ്രൻ്റെ നെഞ്ചോടം ചേർന്ന് നിന്നു. രുദ്രൻ അവളെ ചേർത്ത് പിടിച്ചു. ചേട്ടൻ്റെ മോൾ സുന്ദരിയായിട്ടുണ്ട്. ഗോപു കണ്ണുകൾ ഉയർത്തി രുദ്രനെ നോക്കി. കരയുന്നോ കാന്താരി? കരഞ്ഞ് മേക്കപ്പ് കളയല്ലേ പെണ്ണെ. പുട്ടിയൊക്കെ ഒഴുകിപ്പോയാൽ ചളുങ്ങിയ നിന്റെ മുഖം കാണേണ്ടി വരും. അത് കേട്ടതും ഗോപു രുദ്രനെ കോർപ്പിച്ചു നോക്കി. ചളുങ്ങിയ മുഖം തൻ്റെ കെട്ടികൾക്കാടോ പോലീസേ? അതും പറഞ്ഞ് ഗോപു പുന്തിരിഞ്ഞോടി. രുദ്രൻ തൻ്റെ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ച് മുകളിലേക്ക് പോയി. മുറിയിലേക്ക് കയറിയ രുദ്രൻ അങ്ങനെ തന്നെ കുറച്ചു നേരം തറഞ്ഞു നിന്നുപോയി. ബ്ലൗസും പാവാടയും മാത്രം അണിഞ്ഞ് കയ്യിലൊരു സാരിയും പിടിച്ച് നിൽക്കുന്നുണ്ട് ദേവ. ഇവളെന്നെ കൊണ്ട് കടുങ്കൈ ചെയ്യിക്കും. ദേവ നോക്കുമ്പോൾ തന്നെ നോക്കി നിൽക്കുന്നു രുദ്രൻ. നോക്കിയേ ദേവേട്ട, ഈ സാരി ഉടുക്കാൻ പാടാണ്, ഒന്ന് സഹായിക്ക്. രുദ്രൻ ഡോറടച്ച് ദേവയ്ക്കരികിലേക്ക് വന്നു. അവളെ തന്നെ നോക്കി. ഇതെന്തൊരു നിപ്പാണ് പെണ്ണെ, മുഹൂർത്തത്തിന് പോകണ്ടേ? ഞാനിവിടെ നിന്നെ സഹായിക്കാൻ നിന്നാൽ ഇന്ന് മുഹൂർത്തത്തിന് പെണ്ണിൻ്റെ ചേട്ടനും ചേട്ടത്തെയും മണ്ഡപത്തിൽ കാണില്ല. ഞാൻ മറിയാമ്മയെ പറഞ്ഞു വിടാം, നീ വേഗം റെഡിയായി വായോ. അതും പറഞ്ഞ് ദേവ പുറത്തേക്ക് പോയി. ഒടുവിൽ മറിയാമ്മയുടെ കരവിരുതിൽ ദേവയെ വേഗം സാരി ഉടുത്ത് റെഡിയാക്കി. മിതമായ ആഭരണങ്ങൾ മാത്രമേ ദേവയും മറിയാമ്മയെ അണിഞ്ഞിരുന്നുള്ളൂ. രുദ്രനും ദേവയും ഗോപുവും കൂടി ഒരു കാറിലാണ് തിരിച്ചത്. എബിയും മറിയയും മാലുവും മഹിയും മറ്റൊരു കാറിലും കൃഷ്ണയും ഗീതയും അവരുടെ കാറിലാണ് മണ്ഡപത്തിലേക്ക് എത്തിയത്. മറ്റു ബന്ധുക്കൾക്കായി ട്രാവലറും ഏർപ്പാട് ചെയ്തിരുന്നു. ഓഡിറ്റോറിയം തിങ്ങി നിറഞ്ഞു. പെണ്ണിനെ ഇറക്കാൻ സമയമായി എന്ന് ഏതോ കാരണവർ പെട്ടെന്ന് പറയുന്ന കേട്ടു. ലൈറ്റുകൾ ഓഫായതും രുദ്രനും മറിയയും സിദ്ധുവും ഒന്ന് ഞെട്ടി. വളരെ വേഗം തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പ്ലേ ആയി. ഗോപുവും മറിയയും കൂളിംഗ് ഗ്ലാസും വെച്ച് ഡാൻസ് കളിച്ചു. പിന്നാലെ തന്നെ 6 or 7 പെമ്പിള്ളാരും. സിദ്ധുവിൻ്റെയും രുദ്രൻ്റെയും എബിൻ്റെയും കിളികൾ ഏകദേശം പറന്നു. രുദ്രൻ ദേവയെ നോക്കുമ്പോഴുണ്ട് ഞാനിതൊന്നും അറിഞ്ഞില്ലേ എന്ന എക്സ്പ്രഷനിൽ നിൽക്കുവാണ് ദേവ. ഡാൻസ് കഴിഞ്ഞപ്പോൾ തന്നെ കല്യാണം കൂടാൻ വന്നവരുടെ കരഘോഷമായിരുന്നു. ഗോപു അഷ്ടമംഗല്യ താലമേന്തി മണ്ഡപത്തിലേക്ക് കയറി. മുഹൂർത്തമായതും ശേഖരൻ എടുത്തു നൽകിയ താലി സിദ്ധു ഗോപുവിനെ അണിയിച്ചു. ഗോപു ഇരു കണ്ണുകളും അടച്ച് കൈകൾ കൂപ്പി അത് സ്വീകരിച്ചു. പരസ്പരം വരണമാല്യം ചാർത്തി ഒരു നുള്ളു സിന്ദൂരം സിദ്ധു ഗോപുവിൻ്റെ നെറുകയിൽ ചാർത്തി. മഹി ഗോപുവിൻ്റെ കൈകൾ സിദ്ധുവിൻ്റെ കൈകളിൽ ചേർത്ത് വെച്ചു. പിന്നെ ക്യാമറാമാൻമാരുടെ ബഹളമായിരുന്നു. ഒടുവിൽ ഒരുവിധം അതിൽ നിന്നൊക്കെ എബിൻ അവരെ രക്ഷിച്ചു. ഫുഡ് കഴിക്കാൻ കൊണ്ടുപോയി. പുറപ്പെടാൻ സമയമായതും ഗോപു അച്ഛനെയും അമ്മയെയും കെട്ടിപ്പിടിച്ചു കരഞ്ഞു. രുദ്രൻ ഗോപുവിനെ ചേർത്ത് പിടിച്ച് നെറുകിൽ മുത്തി. മറിയയോടും എബിനോടും യാത്ര പറഞ്ഞു. ദേവയോട് യാത്ര പറയാൻ ഗോപുവിന് വേദനയായിരുന്നു. രണ്ടുപേരും പൊട്ടിക്കരഞ്ഞു. ഒടുവിൽ സിദ്ധു ഇടപെട്ട് ഗോപുവിനെ തൂക്കിയെടുത്ത് കാറിൽ കയറ്റി. ഗോപുവിൻ്റെ കാർ ഓഡിറ്റോറിയത്തിൻ്റെ ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോയി. രുദ്രൻ്റെ കൈകളിൽ ദേവ ഇറുകെ പിടിച്ചു. രുദ്രൻ പിടിക്കും മുമ്പേ തന്നെ ദേവ ബോധമറ്റ് നിലത്തേക്ക് വീണു. തുടരും.